പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വയനാട്ടിലേക്കുള്ള യാത്ര ഒട്ടും തന്നെ തനിക്ക് ഇഷ്ടമാകുന്നില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ വിവേക്. നിങ്ങൾ കപ്പിൾസ് തമ്മിലുള്ള യാത്രയിൽ ഒരു ഡ്രൈവറായി വരാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ വർഷയെ കുത്തി നോവിക്കാനുള്ള ശ്രമം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷേ ഇത് കേൾക്കുന്ന വർഷയാകട്ടെ, ശരി, എന്നാൽ ഇനി വിവേക് ഞങ്ങളുടെ കൂടെ വരണമെന്നില്ല, ഇത്ര കഷ്ടപ്പെട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല, വിവേകിന് തിരികെ പോകാം, ആ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല. ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുന്ന വിവേക്, വേണ്ട, എന്തായാലും ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തതാ, അതുകൊണ്ട് തന്നെ ഇനി ആ വാക്ക് തെറ്റിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, കേറ്, വേണ്ട, എനിക്ക് മടുത്തു, ഞാൻ പോവുകയാ എന്ന് പറഞ്ഞ് പോയതിനെ തുടർന്ന് വിവേക് ഒന്ന് പെട്ടുപോകുന്നു. പക്ഷേ വിവേക് കാര്യങ്ങൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറാക്കാതെ വർഷയുടെ പിന്നാലെ ചെല്ലുകയും വർഷയോട്, അറിയാമല്ലോ കാര്യങ്ങൾ, ഞാൻ അമ്മയോട് സത്യം പറയും, പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ മാനേജ് ചെയ്യേണ്ടി വരും, ഞാൻ അതുകൊണ്ടാണ് മര്യാദയ്ക്ക് കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നത്. ഒടുവിൽ രാഹുൽ വരികയും, വിവേകിൻ്റെ കൂടെ പോകാം വർഷ, ഒരു പ്രശ്നവുമില്ല, എനിക്ക് വിവേകിൻ്റെ കൂടെ തന്നെ പോകണം എന്ന് പറഞ്ഞ് യാത്ര തുടരുകയാണ്. ഇതോടെ ഒരു അവസരത്തിൽ രാഹുലിനൊരു പണി കൊടുക്കുക തന്നെ വേണം എന്ന് ഉറപ്പിക്കുന്ന വിവേക് കാത്തിരിക്കുകയാണ്. എന്നാൽ രാഹുലാകട്ടെ വിവേകിനോടുള്ള സൗഹൃദം മുന്നിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അല്ല വിവേക്, ഇത്ര സ്പീഡിലൊന്നും പോകണ്ട കേട്ടോ, പയ്യെ പോയാലും മതി. പക്ഷേ ഇതൊന്നും ഒട്ടും ഇഷ്ടപ്പെടാത്ത വിവേക്, ഞാൻ ഡ്രൈവ് ചെയ്തോളാം, എന്നെ ഡ്രൈവിംഗ് ഒന്നും നിങ്ങൾ പഠിപ്പിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് തുറന്നടിക്കുകയാണ്. ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. പക്ഷേ ഇതിനിടയിലാണ് അഞ്ജുവും കൂട്ടരും ചേർന്ന് കൊല്ലാൻ വന്ന ആക്രമിയെ കീഴടക്കുന്നത്. മാത്രവുമല്ല, അവരെ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്ന അഞ്ജുവും കൂട്ടരും, ഒരു പ്രശ്നവും നിനക്കുണ്ടാവുകയില്ല എന്ന് ആ പെൺകുട്ടിക്ക് ഉറപ്പ് കൊടുത്തത് പാലിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ കാര്യം അറിയുന്നത് വിവേകിൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.